ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ അരി അരച്ച ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ മുട്ടയൊന്നും ചേർക്കാത്ത കണ്ണൂർ സ്പെഷ്യൽ മുട്ടയപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ മുട്ടയപ്പവും ബീഫ് റോസ്റ്റും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. മുട്ടയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊന്നി അരിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ അരി ആദ്യം ഒരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കുക. നിങ്ങൾക്കിത് രാവിലെ റെഡിയാക്കി എടുക്കാനാണെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഈ അരി ഒരു 5 മണിക്കൂർ നേരമാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. 5 മണിക്കൂറിന് ശേഷം ഈ അരി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മുഴുവനും വാർത്തെടുക്കുക. ഇപ്പം ഞാനിതിലെ വെള്ളം മുഴുവനും വാർത്തെടുത്തതിന് ശേഷം ഈ അരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ അരിയിലെ വെള്ളം മുഴുവനായിട്ടും വാർത്തെടുത്താലേ നമുക്കിതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അരി അരച്ചെടുക്കുമ്പോൾ വെള്ളം കറക്റ്റായിട്ട് വന്നാലേ നമുക്ക് മുട്ടയപ്പം പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ അരിയിലെ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞെടുത്തതിന് ശേഷം വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ്. അപ്പോൾ 2 കപ്പ് അരിയിലേക്ക് ഒരു 3/4 കപ്പ് ചോറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണല്ലോ. അപ്പോൾ ഈ 2 കപ്പ് അരിയും ഒരുമിച്ചിട്ട് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഈ അരിയും ചോറും കൂടി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ഈ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ മുട്ടയപ്പം റെഡിയാക്കി എടുക്കുന്ന മാവിൻ്റെ കറക്റ്റ് പരുവം. മാവ് ഇതിലും ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയപ്പം പെർഫെക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ അരി മുഴുവനായിട്ടും അരച്ചെടുക്കാൻ എത്രയാണ് വെള്ളം ആവശ്യമായിട്ട് വന്നത് എന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഈ അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഈ 2 കപ്പ് അരിയും 3/4 കപ്പ് ചോറും അരച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ഞാനിവിടെ മുഴുവൻ അരിയും അരച്ചെടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഏതിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തീ കുറച്ച് വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ പൊങ്ങി കിട്ടുള്ളൂ. മാവ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ഇത് പൊങ്ങി വരില്ല. ഏകദേശം 1 മിനിറ്റോളൊക്കെ ആവും കേട്ടോ ഇതുപോലെ പൊങ്ങി വരാനായിട്ട്. ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം 1 മിനിറ്റോളം ഇതിങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മറ്റേ വശവും 1 മിനിറ്റോളം തന്നെ കുക്ക് ചെയ്തെടുക്കുക. എന്നാലേ ഇതിൻ്റെ ഉൾവശം നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. 2 വശവും കുക്കായിട്ട് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. രണ്ടാമത്തെ തവി മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴും തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഈ മുട്ടയപ്പം റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നമുക്കൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടൂല. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ നമുക്ക് ഈ മുട്ടയപ്പം പെർഫെക്റ്റായിട്ട് കിട്ടൂല. ഇനി അഥവാ ഇതിൽ വെള്ളം കുറഞ്ഞു പോയാൽ മാവ് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഇത് പെർഫെക്റ്റായിട്ട് കിട്ടൂല.
അപ്പോൾ നിങ്ങൾ അരി അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ടയപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുട്ടയപ്പം ഒട്ടും എണ്ണ കുടിച്ചിട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുട്ടയപ്പം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത കുറച്ച് മാവ് കൊണ്ട് ഞാൻ ഇതുപോലെ മുട്ടയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാവിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും, ചെറിയൊരു പീസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും, അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയിലും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വെജിറ്റബിൾസൊക്കെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലേ നമുക്ക് ഈ മാവ് ഇതുപോലെ പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നാൽ മറ്റേ വശവും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മുട്ടയപ്പം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇത് കറിയൊന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് മുട്ടയപ്പം റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. കണ്ടോ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ വെജിറ്റബിൾസ് ചേർത്തിട്ടും വെജിറ്റബിൾസ് ചേർക്കാതെയും അങ്ങനെ രണ്ട് രീതിയിൽ നമ്മളിവിടെ മുട്ടയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ബീഫ് റോസ്റ്റാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 3/4 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 5 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2-3 ചെറിയ പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ, കാരണം നമ്മൾ ബീഫ് വേവിച്ചെടുത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ തക്കാളിയും നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുക്കും തോറും നമ്മുടെ ബീഫ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ്. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി. ഈ മീറ്റ് മസാലപ്പൊടി റെഡിയാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അതിനുശേഷം വേവിച്ച് വെച്ച ബീഫ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലേ ഈ മസാല ഈ ബീഫിലൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ബീഫിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ മുട്ടയപ്പം സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാത്ത ഈ മുട്ടയപ്പവും ഈ ബീഫ് റോസ്റ്റും നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.